ഡോക്ടർ സിസ തോമസിന് കേരള സർവകലാശാലയുടെ VC-യുടെ അധിക ചുമതല നൽകിയിരിക്കുകയാണ്. അദ്ദേഹം വിദേശത്താണല്ലേ ഉള്ളതിപ്പോൾ? ലക്ഷ്മി, മോഹനൻ കുന്നുമ്മൽ ഒരു ഔദ്യോഗിക യാത്രയ്ക്കായി റഷ്യയിൽ ഒരു കോൺഫറൻസിന് വേണ്ടി ഇന്ന് രാത്രിയാണ് കൊച്ചിയിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. നാളെയോടെ അവിടെ എത്തും. അതിനുശേഷം 8-ാം തീയതിക്ക് ശേഷമേ അദ്ദേഹം തിരിച്ചെത്തുള്ളൂ. ആയതിനാൽ തന്നെ അവധിയിൽ പ്രവേശിക്കുന്ന VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് പകരം ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ സിസ തോമസിനാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അതും വലിയ രൂക്ഷ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാകാനുള്ള മറ്റൊരു കാരണം കൂടിയാണ്. നമുക്കറിയാം, ഡോക്ടർ സിസ തോമസിനെ കഴിഞ്ഞ മുൻ ഗവർണർ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ താൽക്കാലിക VC ആയി ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക VC ആയിട്ട് നിയമിക്കുന്നതും അതിനെ തുടർന്ന് സർക്കാർ കോടതിയെ സമീപിക്കുന്നതും സർക്കാരിന് അവിടെ വെച്ച് ഒരു തിരിച്ചടി ഉണ്ടാകുകയും തടഞ്ഞുവെച്ച വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ സിസ തോമസിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നൽകണമെന്നതടക്കമുള്ള ഉത്തരവുകൾ കഴിഞ്ഞ ദിവസമാണ് പുറപ്പെടുവിച്ചതും ഇതിനായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചതും. സർക്കാരിന് സ്വാഭാവികമായിട്ടും താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല ഡോക്ടർ സിസ തോമസ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിന് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു അനുഭാവിയായിട്ടുള്ള KS അനിൽകുമാറിനെ RSS അനുഭാവമുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കുകയും ആ വൈകുന്നേരം തന്നെ ഡോക്ടർ സിസ തോമസിന് അധിക ചുമതല നൽകുന്ന ഒരു നിലപാട് ചാൻസലറായിട്ടുള്ള ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഡോക്ടർ സിസ തോമസിനെതിരെയുള്ള പ്രതിഷേധങ്ങളും തുടരാനുള്ള സാഹചര്യം കൂടുതലാണ്. കാരണം നാളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സിസ തോമസ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ഏതൊക്കെ തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും എന്നുള്ളതും ആകാംക്ഷ നൽകുന്നതാണ്. ലക്ഷ്മി, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും.